യമൻ നാടിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന സൗർ ഗുഹയിൽ ഒരു ചിലന്തി പാർത്തിരുന്നു. പർവ്വതങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് വന്യമൃഗങ്ങൾ പോലും വരാറില്ലായിരുന്നു. ആ മലയിലെ ഗുഹയുടെ സർവാധികാരിണിയായി വിലസുകയായിരുന്നു ആ ചിലന്തി. തലമുറയായി കൈമാറി ലഭിച്ചതായിരുന്നു ചിലന്തിക്ക് ആ ഗുഹ. ഒരു ഉഷ്ണദിനത്തിൽ ചിലന്തി തന്റെ പട്ടുനൂലിൽ മേൽത്തട്ടിൽ നിന്ന് താഴോട്ട് തൂങ്ങുകയായിരുന്നു. ആ സമയത്ത് അലൗകികമായ ഒരു ശബ്ദം കേട്ട് ചിലന്തി ഞെട്ടിത്തരിച്ചു. ഈ ഗുഹയിൽ അള്ളാഹുവിന്റെ ഏത് സൃഷ്ടിയാണ് താമസിക്കുന്നത്? ചിലന്തിക്ക് മനസ്സിലായി അത് അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മഹാത്മാവിന്റെ ശബ്ദമാണെന്ന്. ചിലന്തി താൻ ആരാണെന്ന് പരിചയപ്പെടുത്തി. ഗുഹാമുഖത്തേക്ക് വരൂ, മലക്ക് ആജ്ഞാപിച്ചു. പട്ടുനൂലിനിടയിലൂടെ ചിലന്തി പ്രത്യക്ഷപ്പെട്ടു. മലക്കു പറഞ്ഞു, കുറച്ചു കഴിഞ്ഞാൽ ഈ ഗുഹയിൽ അള്ളാഹുവിന്റെ 2 മഹാത്മാക്കൾ വരും. ഭൂമിയിൽ അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അദ്ദേഹത്തിന്റെ ഉറ്റ തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 3 ദിവസം റസൂലിനും സുഹൃത്തിനും നീ കാവലിരിക്കേണ്ടി വരും. ചിലന്തി ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, വിജനമായ ഈ ഗുഹയിൽ വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അവിശ്വാസികളായ ഗോത്രങ്ങൾ അദ്ദേഹത്തിന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചു നടക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കൾ അവരുടെ പിന്നാലെയുണ്ട്. അതിനാൽ നിതാന്ത ജാഗ്രത പുലർത്തുക. റസൂലും കൂട്ടുകാരനും വന്നു കഴിഞ്ഞാൽ ഗുഹാമുഖത്ത് നിന്റെ വലകൊണ്ട് കഴിയുന്നതും വേഗം വീട് നിർമ്മിക്കുക. ഉത്തരവ്. മലക്കിനോട് ആദരവോടെ ചിലന്തി പറഞ്ഞു. പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രവേശിച്ചു. പെട്ടെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഗുഹയിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടുകാരനെയും സ്വാഗതം ചെയ്ത ചിലന്തി ഗുഹാമുഖത്ത് വീടു നെയ്യാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം മനോഹരമായ ഒരു വല കൊണ്ട് ആ ഗുഹാമുഖം മൂടി. രക്തദാഹികളായ അവിശ്വാസികൾ റസൂലിനെയും അവരുടെ കൂട്ടുകാരനെയും അന്വേഷിച്ച് ഗുഹാമുഖത്തെത്തി. അവരുടെ വാളുകളുടെ വെട്ടിത്തിളക്കം ചിലന്തി കണ്ടു. ശത്രുക്കളിൽ ഒരുവൻ പറഞ്ഞു, ഈ ഗുഹയ്ക്കകത്ത് ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിലന്തി വല പ്രവേശന കവാടത്തിൽ ഇങ്ങനെ അവശേഷിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ചിലന്തിക്ക് ചിരി വന്നു. അപ്പോൾ അടക്കിപ്പിടിച്ച സ്വരത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ചിലന്തി കേട്ടു. ശത്രുക്കളിൽ ആരെങ്കിലും കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടത് തന്നെ. ദുഃഖിക്കേണ്ട അബൂബക്കർ, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചു. ചിലന്തി വല മൂടിയ ഗുഹയ്ക്കകത്ത് ആരുമില്ലെന്ന് കരുതി ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സുഹൃത്തിനെയും സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ ചിലന്തി സന്തോഷിച്ചു. സത്യത്തിനു വേണ്ടി പൊരുതുന്നവരോടൊപ്പം പ്രകൃതിയിലെ ജീവികൾ പോലും ഉണ്ടാകുമെന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. അത്തരക്കാരെ ആപൽഘട്ടത്തിൽ സഹായിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഒരു വഴി കാണിച്ചു കൊടുക്കാതിരിക്കില്ല.